സുഹൃത്തുക്കളെ, ചിരിക്കാനുള്ള ഒരു വകയുണ്ട്. കർമ്മ ന്യൂസ് ചാനലിൽ വാർത്ത വന്നിരിക്കുന്നു. അപ്പം ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ ഇറാനിൽ ഹോർമോസ് കടലിൻ്റെ ഭാഗത്ത് ഒരു ക്ഷേത്രം കണ്ടെത്തിയിരിക്കുന്നത്, 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവർ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളതൊന്നുമില്ല. ജസ്റ്റ് ഇറാൻ്റെ ഭാഗത്ത് ഇങ്ങനെ ക്ഷേത്രം കണ്ടെത്തിയെന്ന്. പിന്നെ അതിൻ്റെ താഴത്ത് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് പറയേണ്ടത് ചിരിച്ച് മരിച്ച്. എന്തായാലും നമുക്ക് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ജെമിനിയോട് ചോദിക്കുക അതിൻ്റെ ചരിത്രം എന്താണെന്ന്. ഞാൻ ഓൾറെഡി ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ജെമിനി എന്താണ് പറയുന്നുള്ളത് ഇത് ശ്രദ്ധിക്കുക. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അബുദാബിയിൽ ഇപ്പോൾ അമ്പലം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു 100 വർഷം കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ യു എ ഇവരുടേതാണെന്ന് പറഞ്ഞു കളയും. ഇതാരെയും ഇതാക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ കർമ്മ ചാനലിനെ പോലുള്ള ചാനലുകൾ ചെയ്യുന്ന പരിപാടികളാണ്. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും നമുക്ക് അതിൻ്റെ ചരിത്രം നോക്കാം. 100 വർഷം മുന്നേ എങ്ങനെയാണ് അവിടെ ഒരു അമ്പലം വന്നെന്നുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും നല്ല രീതിയിൽ എടുക്കുക. തീരത്ത് പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കിന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് സമീപം ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് എന്നത് പൂർണ്ണമായും സത്യമാണ്. ഇത് അടുത്തിടെ മാത്രം കണ്ടെത്തിയ ഒന്നല്ല. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചരിത്രരേഖകളിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇറാനിലെ പ്രമുഖ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലാണ് ബന്ദർ അബ്ബാസ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇറാനിൽ ഇതിനെ കലാതെഹിയെ ഹെന്ദുഹാൻ അഥവാ ഹിന്ദുക്കളുടെ ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ രസകരമായ ചരിത്രവും പശ്ചാത്തലവും താഴെ നൽകുന്നുണ്ട്. 1. ക്ഷേത്രത്തിന്റെ ചരിത്രം. നിർമ്മാണം കാലഘട്ടം ക്രിസ്തുവർഷം 1892 പേർഷ്യ ഭരിച്ചിരുന്ന ഖാജർ രാജവംശത്തിലെ ഖാജർ ഡൈനസ്റ്റി മുഹമ്മദ് ഹസൻ ഖാൻ സാദ് അൽ മാലിക് എന്ന പ്രാദേശിക ഭരണാധികാരിയുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. പശ്ചാത്തലം 19. അപ്പൊ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്തു ഈ ക്ഷേത്രം പണി ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഹോർമോസ് കടലിടുക്ക് വഴി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വ്യാപാരത്തിലേർപ്പെട്ടിരുന്ന ധാരാളം ഇന്ത്യൻ വ്യാപാരികൾ ബന്ദർ അബ്ബാസിൽ താമസിച്ചിരുന്നു. അവരിൽ ഭൂരിഭാഗവും ഗുജറാത്തിലെ കച്ച്, സിന്ധു മേഖലകളിൽ നിന്നുള്ളവരായിരുന്നു. ഈ വ്യാപാരികളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായാണ് ക്ഷേത്രം പണിതുയർത്തിയത്. 2. വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ ശ്രീകോവിൽ ഡോമാണ്. ഇറാനിയൻ അല്ലെങ്കിൽ ഇസ്ലാമിക വാസ്തുവിദ്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പരമ്പരാഗത ഇന്ത്യൻ ശൈലിയിലാണ് ഇതിന്റെ ഗോപുരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കളിമണ്ണ്, കല്ല്, പവിഴപ്പുറ്റുകൾ, കോറൽ സ്റ്റോൺസ്, കടൽ തീരത്തു നിന്നുള്ള പ്രത്യേകതരം കുമ്മായക്കൂട്ട് എന്നിവ ഉപയോഗിച്ചാണ് എത്ര മനോഹരമായി കെട്ടിക്കൊടുത്തിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ നിരവധി മുറികളും ഭിത്തികളിൽ മനോഹരമായ പെയിന്റിങ്ങുകളും ശില്പങ്ങളും ഉണ്ടായിരുന്നു. കാലപ്പഴക്കത്താൽ പലതും നഷ്ടപ്പെട്ടു. വിഷ്ണു ഭഗവാനായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 3. തകർച്ചയും ഇന്നത്തെ അവസ്ഥയും. വ്യാപാരികളുടെ മടക്കം 20ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ, പ്രത്യേകിച്ച് 1940-കൾക്ക് ശേഷം ഇന്ത്യക്കാരായ വ്യാപാരികൾ ഈ പ്രദേശം വിട്ടുപോയതോടെ ക്ഷേത്രത്തിലെ ആരാധനകൾ നിലച്ചു. സംരക്ഷണം. വർഷങ്ങളോളം അവഗണനയിലായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് ഇറാന്റെ പൈതൃക വകുപ്പ് കൾച്ചറൽ ഹെറിറ്റേജ് ഓർഗനൈസേഷൻ ഏറ്റെടുത്തു. ഇന്നത്തെ അവസ്ഥ, നിലവിൽ ഇതൊരു ആരാധനാലയമല്ല, മറിച്ച് ഇറാന്റെ ദേശീയ പൈതൃക സ്മാരകമായി നാഷണൽ ഹെറിറ്റേജ് സൈറ്റ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്ര മ്യൂസിയം. സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണിത്. ചുരുക്കത്തിൽ, ഹോർമോസ് കടലിടുക്കിന് സമീപം അമ്പലമുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അത് ഭൂമിക്കടിയിൽ നിന്നോ കാട്ടിൽ നിന്നോ പുതുതായി കണ്ടെത്തിയ ഒന്നല്ല. 19ാം നൂറ്റാണ്ടിൽ അവിടെ ജീവിച്ചിരുന്ന ഇന്ത്യൻ വ്യാപാരികൾ നിർമ്മിച്ച, ഇന്നും ഇറാൻ സർക്കാർ സംരക്ഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണത്. എങ്ങനെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. പക്ഷെ കമന്റ് ബോക്സിന് അങ്ങനെയല്ല. എന്തായാലും ഇതിനെ ന്യായീകരിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കമന്റ് കാണാം. ഇറാനൊക്കെ ചിലപ്പോൾ ഇവരുടെ ആണെന്നൊക്കെ പറയും. അതായത് ഈ കർമ്മ ചാനലിനെ പോലുള്ള ആളുകൾ പറഞ്ഞു വരുന്നതാണ് കേട്ടോ, അല്ലാതെ യഥാർത്ഥ ഹൈന്ദവരൊന്നും അങ്ങനെ പറയില്ല. ഇങ്ങനത്തെ ടീമുണ്ടല്ലോ, അവർ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അബുദാബിയിൽ അമ്പലം വെച്ചിട്ടില്ലേ, അതുപോലത്തെ ഒരു ചരിത്രമാണ് അവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട്. ഇന്ത്യയിൽ നിന്ന് 100-200 വർഷം മുന്നേ തന്നെ പല മുസ്ലിം രാജ്യത്തിലും പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്, ഉദാഹരണമാണ് ഈ ഒരു ചരിത്രമൊക്കെ. ഏതായാലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. നമ്മുടെ ഇറാനിൽ എങ്ങനെ അമ്പലം വന്നെന്നുള്ളത് നമുക്ക് നോക്കാം, എന്താണ് കമൻറ്റ് വരുന്നത് എന്നുള്ളത്.